ഇന്ന് ഒരുപാട് പേര് ബുദ്ധൻ്റെ ധ്യാനങ്ങൾ പഠിക്കാറുണ്ട്. ആനാപാന, വിപശ്യന തുടങ്ങിയ ധ്യാനങ്ങളെല്ലാം പഠിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് ബുദ്ധൻ പഠിപ്പിച്ചത് എന്ന് അറിയാനുള്ള ആകാംക്ഷ അവർക്കുണ്ടാവും. അപ്പോൾ അവർ പലതരം പുസ്തകങ്ങളും നോക്കി വായിക്കും. പക്ഷേ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ബുദ്ധൻ്റെ യഥാർത്ഥ ടീച്ചിങ് നമ്മൾക്ക് എവിടെ നിന്ന് കിട്ടും? ആ ടീച്ചിങ്ങിൻ്റെ പേരാണ് തിപിടക എന്ന് പറയുന്ന കാര്യം. തിപിടക് എന്ന് പറയും, അതായത് 3 ബാസ്ക്കറ്റ്. എന്താണ് ഈ 3 ബാസ്ക്കറ്റ്? ബുദ്ധൻ്റെ ശിക്ഷണത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 1 വിനയപിടക, 2 സുത്തപിടക, 3 അഭിധമ്മ പിടക. വിനയപിടക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിക്ഷുണികൾക്കുള്ള നിയമങ്ങളാണ്. അതായത് ഭിക്ഷുക്കൾക്ക് കുറേ നിയമങ്ങൾ, 227 നിയമങ്ങൾ ഭിക്ഷുക്കൾ പാലിക്കണം, 311 നിയമങ്ങൾ ഭിക്ഷുണികൾ പാലിക്കണം. എന്തൊക്കെയാണ് നിയമങ്ങൾ എന്നറിയാൻ വേണ്ടി വിനയപിടകം നമ്മൾ പഠിക്കണം. അടുത്തതായിട്ട് സുത്തപിടക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അതായത് സൂത്തങ്ങൾ, ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ മാത്രം ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്കും അതേപോലെ തന്നെ സാധാരണക്കാർക്കും കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ സുത്തപിടകയിലാണ് ഉള്ളത്. അതിൽ 5 വിഭാഗങ്ങളുണ്ട്. ദീഘനികായ, മജ്ജിമ നികായ, ഖുദ്ദക നികായ, അംഗുത്തര നികായ, സംയുക്ത നികായ എന്ന് പറഞ്ഞിട്ടുള്ള 5 പുസ്തകങ്ങളുണ്ട്. ഈ 5 പുസ്തകങ്ങളിൽ അനേകം സൂത്രങ്ങളുണ്ട്. അപ്പോൾ അതിലെല്ലാം ബുദ്ധൻ്റെ ശരിയായിട്ടുള്ള ശിക്ഷണം നമുക്ക് കിട്ടും. 3ാമത്തതാണ് അഭിധമ്മ പിടക. അഭിധമ്മ പിടക എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഹയർ ആയിട്ടുള്ള ടീച്ചിങ് ആണ്. അതായത് മനസ്സും ശരീരവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെയാണ് മനസ്സിൻ്റെ ഭാഗങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം നിങ്ങൾ പഠിക്കേണ്ടത് വിനയപിടക, സൂത്തപിടക, അഭിധമ്മ പിടക ഇവയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.